നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറ്റവാളികളായ ആളുകളോട് പുലർത്തിയിരുന്നതായ നിലപാടുകൾ, സമീപനങ്ങൾ, അവരോട് പെരുമാറിയിരുന്നതായ പെരുമാറ്റങ്ങൾ അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ ഈ മാതൃകകൾ. ഇതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കടുത്ത നിലപാടുകൾ തെറ്റുകാരുടെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല. പൊതു നിലപാടും പൊതുവെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനവും ഇങ്ങനെയായിരുന്നു. എന്നാൽ ചില വിഷയങ്ങൾ ചില തെറ്റുകളുടെ വിഷയത്തിൽ ആളുകൾ ലാഘവത്വം കാണാതിരിക്കാൻ, അതേപോലെ തന്നെ ചില വ്യക്തികൾ അവർക്ക് കടുത്ത നിലപാട് ഒരു ചികിത്സ, ട്രീറ്റ്മെൻ്റ് ആകാൻ, അതേപോലെ തന്നെ അലംഭാവത്തിൽ, അഹങ്കാരത്തിൽ, നിസ്സംഗതയിൽ വർത്തിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ചില കടുത്ത നിലപാടുകൾ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കേക്ക് ഒരു ആറാബി വരുന്നുണ്ട്. ആറാബി അബൂ ഹുറൈറ എന്നുള്ള ഹദീസാണ്. ആറാബിയെക്കുറിച്ച് പറയുന്നത് ജൽദായിരുന്നു, സിഹത്തുള്ള ആളായിരുന്നു, നല്ല ഹെൽത്തി മാനാണ്. അതേപോലെ തന്നെ നല്ല സൗഷ്ഠവമുള്ള അകാരം. ഇയാൾ വന്ന് നബിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന്, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ അകാരം ഉണ്ടല്ലോ, അത് നബിയെ ആശ്ചര്യപ്പെടുത്തിയെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, ഹൽ അഹ്സസ്ത ഉമ്മ മിൽദം, നിനക്ക് എപ്പോഴെങ്കിലും ഉമ്മു മിൽദം, അതൊരു രോഗത്തിൻ്റെ പേരാണ്, അത് പിടികൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയണു, വമ ഉമ്മു മിൽദം, അതെന്താ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല ഹുമ്മയാണ്, പനിക്കാണ് ഉമ്മു മിൽദം എന്ന് പറയും, പനിയാണ്. അപ്പോൾ അയാൾ വമൽ ഹുമ്മ, എന്താ ഈ പനി? ഒന്നും കൂടി ടൈറ്റാക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹർറും ബൈനൽ ജിൽദി വല്ലഹം, തൊലിയുടെയും മാംസത്തിൻ്റെയും ഇടയിൽ കാണുന്ന അനുഭവപ്പെടുന്ന ചൂട്, അതാണ് പനി. അപ്പം അയാൾ പറയാണ്, മാ വജത്തു ഖത്ത്, ഞാൻ ഒരിക്കൽ മാ വജത്തു ഖത്ത്, ഖത്ത് എന്ന് പറയുമ്പോൾ താക്ക് സുക്കൂനാകുമ്പോൾ കൽക്കലയാണല്ലോ, എയർ പുറത്താകാൻ പാടില്ല, അങ്ങനെ പറയണം. മാ വജത്തു ഖത്ത്, അയാൾ പനിയെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. പേരും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഭയങ്കരമായിട്ട് ഒരു ടൈറ്റാക്കി ഒരു അഹങ്കാര ഭാഷ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ അഹ്സസ്ത ബിസ്സുദാ, നിങ്ങൾക്ക് തലവേദന ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പം അയാൾ വമസ്സുദാ, എന്താ സുദാ, തലവേദന? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഖുൻ യദ്രിബു ഫിൽ ഇൻസാനി റഅസഹു, മനുഷ്യൻ്റെ തലയിൽ നാടി പിടച്ചുണ്ടാകുന്ന വേദനയാണ്, മിടിച്ചുണ്ടാകുന്ന വേദനയാണ് തലവേദന, സുദാ. അപ്പോൾ അയാൾ പറയുന്നത്, മാ വജത്തുഹു ഖത്ത്, എനിക്കൊരിക്കലും തലവേദന ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? മൻ സർറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ, നരകത്തേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇയാളെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനാ? ഈ അഹങ്കാരത്തിനുള്ള ചികിത്സയാണ്. ഇങ്ങനെ മനുഷ്യന്മാരെന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിൽ ആരും മന്യരുടെ മുമ്പിൽ, മറ്റവരുടെ മുമ്പിൽ നിഗളിക്കാൻ പാടില്ല, അഹങ്കാരിയാകാൻ പാടില്ല. ചില ആളുകൾ ഉണ്ടല്ലോ, ഈ മസിൽ പവറും മറ്റതും ഒക്കെ ശരീരത്തിൻ്റെ ആകാരവടിവും കാണിക്കുന്നതിന് അല്ല വിഷയം. പക്ഷേ അത് മറ്റവനെ നിസ്സാരപ്പെടുത്താൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരിയാകാൻ, ആ രീതിയിൽ അത്തരം ഈ അഹങ്കാര ഭാഷ്യം അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിട്ടില്ല. സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരു വ്യക്തി ഇടത് കൈ കൊണ്ട് തിന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ. അപ്പോൾ അയാൾ പറയണേ, ലാ അസ്തതിയ, വലത് കൈ കൊണ്ട് തിന്നാൻ പറഞ്ഞപ്പോൾ ലാ അസ്തതിയ, നമുക്കതിന് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രയോഗിച്ചത് സൗമ്യ ഭാഷയല്ല, പിന്നെയോ ലസ്തതഅത്, അയാൾ പിന്നെ അയാളുടെ കൈ വായിലേക്ക് ഉയർത്തിയിട്ടില്ല എന്നുള്ളത്. അത് ഈ ദുശ്ശാഠ്യം, അഹങ്കാരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. തെറ്റ് വരും, ഏത് തെറ്റും വരും. പക്ഷേ അബദ്ധത്തിൽ ജീവിതത്തിലെ ചില ദുർബല നിമിഷങ്ങളിൽ ഒക്കെ വന്നു പോകുന്നതായ വീഴ്ചകൾ, അതിൻ്റെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പെരുമാറി വർദ്ധിച്ചു, നമ്മളിതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം വായിക്കും. പക്ഷേ ഈ അഹങ്കാര ഭാഷികൾ, അതേപോലെ തന്നെ ഈ തെറ്റുകളിൽ അമാന്തിക്കുന്നവർ, അതാണ്
ജാബിർ ഇബ്നു സമുറ നിവേദനം ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. അതെന്താ? ഒരു വ്യക്തി രോഗിയായി അവശമായി കിടന്നപ്പോൾ ഫസീഹ അലൈഹി എന്നാണ് അയാളുടെ വീട്ടിൽ നിന്നൊരു നിലവിളി. അപ്പോൾ ആ രോഗിയുടെ അയൽവാസി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നിലവിളി കേട്ടി ഓടിയിട്ട് പറഞ്ഞു, റസൂലെ ഇന്ന ഫുലാനൻ ഖദ്മാത്ത്, ഇന്ന വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വമാ യുദ്രീക്, അയാൾ മരിച്ചു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിയണം? അപ്പോൾ ഖദ് സീഹ അലൈഹി, വീട്ടിൽ നിന്ന് നിലവിളി കേട്ടിട്ട് അപ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഓടിയെന്നാണെന്നാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ മരിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ മടങ്ങി, ആൾ മരിച്ചിട്ടില്ല. പിന്നെ ഇതേപോലെ ഒരു നിലവിളി കേട്ട് അപ്പോൾ ഇയാൾ വീണ്ടും നബിയുടെ അടുക്കലേക്ക് ഓടി, ഇന്ന ആൾ മരിച്ചിരിക്കുന്നു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അമ്മായുതിരി. അപ്പം ഇങ്ങനെ സീഹ അലൈഹി എന്ന് പറഞ്ഞ് കരച്ചിൽ കേട്ട് അപ്പോൾ ഞാൻ പാഞ്ഞു എന്നാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ മരിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? ഈ രോഗിയുടെ ഭാര്യ ഈ അയൽവാസിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇയാൾ മരിച്ചിരിക്കണ്, നബിയോട് വരം ചെന്ന് പറയാൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? നബിയുടെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു മരിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ നീ അറിഞ്ഞു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ മരിച്ചിട്ടില്ല, പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചെന്ന് നോക്കി, മരിച്ചിട്ടില്ല. പക്ഷേ അയാൾ ചെയ്തത് എന്താ? ഈ രോഗി അയാളുടെ രോഗം മൂത്തപ്പോൾ അയാളുടെ മിഷ്കസ് എന്ന് പറയുന്ന ആയുധം, മിഷ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിൻ്റെ ഈ അഗ്രഭാഗം ഉണ്ടല്ലോ, മൂർച്ചുള്ള അഗ്രഭാഗം, അത് കുത്തി നാട്ടിയിട്ട് അതിന്മേ കടന്ന് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഈ വ്യക്തി വന്നിട്ട് പറഞ്ഞു, റസൂലെ ഇന്ന വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം മരിച്ചു, കാരണം അയാൾ ആത്മഹത്യ ചെയ്ത് ഈ രീതിയിൽ അയാളുടെ മിഷ്കസ് കുത്തി നാട്ടിയിട്ട് അതിൽ കിടന്ന് മരിച്ചു. അപ്പോൾ റസൂൽ ചോദിച്ചു, അവഖദ് റഅയ്തഹു, താങ്കൾ കണ്ടോ അയാളിങ്ങനെ ആത്മഹത്യ ചെയ്യണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ഇന്നി ലാ ഉസല്ലി അലൈഹി, ഞാൻ അയാൾക്ക് ജനാസ നമസ്കരിക്കുകയില്ല എന്ന് അവിടെ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. സംഭവം സഹിയാണ്. ഇവിടെ ഈ അപരാധിയുടെ അക്രമിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇന്നി ലാ ഉസല്ലി അലൈഹി, അയാൾക്ക് ഞാൻ ജനാസ നമസ്കരിക്കുകയില്ല എന്ന്. അതെന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഈ കടുത്ത ഒരു പ്രയോഗം നടത്തിയത്? ആത്മഹത്യ അത് കടുത്ത അപരാധമാണ്, അതിൽ ലാഘവത്വം പാടുള്ളതല്ല എന്നുള്ളത് അറിയിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മഹത്യ ചെയ്ത മുസ്ലിമീങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റുള്ളവരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഇമാം, അതേപോലെ തന്നെ ഒരു പ്രമുഖൻ ഇത്തരം വിഷയങ്ങളിൽ വിട്ടു നിൽക്കുന്നത് എന്തിനാ? അത് മറ്റുള്ളവർക്ക് പാടാകുന്നതിന് വേണ്ടിയാണ്. ഇതൊരു നിസ്സാരഭാവത്തിൽ നിസ്സംഗത ആളുകൾ ചെയ്യാൻ പാടില്ല, ഇതൊരു നിസ്സാരമായിട്ട് കാണാൻ പാടില്ല, ഗണിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചില വിഷയങ്ങൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലായിക്കൽ ഉസ, അവരാണ് ധിക്കാരികൾ എന്ന് കടുത്ത ഭാഷ പറഞ്ഞത് ആരുടെ വിഷയത്തിലാണ്? യാത്രയിൽ നോമ്പെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കാൻ പറഞ്ഞൊരു വിഭാഗം ആളുകൾ, അസർ പിന്നിട്ട് യാത്ര തുടരൽ അനിവാര്യമാണ്, എല്ലാവരോടും നോമ്പ് മുറിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പലരും നോമ്പ് മുറിച്ചു, ചിലർ പറഞ്ഞു റസൂൽ നോമ്പ് മുറിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തുടരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വാഹനപ്പുറത്താണ്, നിങ്ങൾ നടക്കുകയാണ്, നോമ്പ് മുറിച്ചോളി എന്നാണ്. പക്ഷേ അവർ മുറിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറിച്ചിട്ടില്ല, നമ്മൾ മുറിക്കണ്ട. അപ്പോൾ റസൂലിൻ്റെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാവരും കാണാൻ നോമ്പ് മുറിച്ച് എല്ലാവരോടും മുറിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ അസറ് വിട്ട് ഇനി മഗ്‌രിബിക്ക് കുറച്ചേ ഉള്ളൂ. യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് ഇവർ നോമ്പ് മുറിക്കാത്തത് റസൂലുള്ളാഹിക്ക് അറിയില്ല. പക്ഷേ ഇവർ വഴിയിൽ വീഴാൻ തുടങ്ങി, നോമ്പെടുത്തിട്ട് ആവശ്യമായിട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹിനോട് പറയേണ്ട, റസൂൽ എന്താ ചില ആളുകൾ വഴിയിൽ വീഴുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഉലായിക്കൽ ഉസ, അവരാണ് ധിക്കാരികൾ കടുത്ത ഭാഷയിൽ പറഞ്ഞു. അതെന്തിനാ? അവർ ഈ രീതിയിൽ തീവ്രത, കാഠിന്യം ദീനിൻ്റെ വിഷയത്തിൽ പുലർത്തിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകി, ആ ഇളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു, സഹാബികൾ സ്വീകരിച്ചു, ചിലർ കാർക്കശ്യം പുലർത്തി. അപ്പോൾ അത്തരം ചില ശാഠ്യതയുടെ, അതേപോലെ കഠിന സമീപനത്തിൻ്റെയൊക്കെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലപാട് കർക്കശമാക്കിയിട്ടുണ്ട്, ഈ രീതിയിൽ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതില്ല എങ്കിൽ പൊതുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്തവരോട് ഇതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്.